നമസ്കാരം, ഞാൻ സോണി. അറിയാം, പണ്ട് വെള്ള ജുബയായിരുന്നു, ആ സാധനം കീറിപ്പോയി. ഇനി പുതിയൊരു 10 ജോഡി മേടിക്കണം. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഈ വെള്ള ഷർട്ട് മതി നമുക്ക്. കുറേ നാളായി കാണുമല്ലോ എന്നെ കണ്ടിട്ട്. ഒരു പുതിയ ഫോൺ കാണിച്ചു തരാൻ വന്നതാണ്. ഇത് മേടിക്കാനെന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കാനൊന്നും വന്നതൊന്നുമല്ല. ബാക്കിയുള്ള മൂളന്മാരെ പോലെ വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. ഇപ്പം ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറ, ലെൻസ്, ഇതിൻ്റെ അകത്ത് മണ്ടയിരിക്കണ മൈക്ക്, എല്ലാ സാധനങ്ങളും ഇറക്കണ ഞാനാണ്. നീയൊക്കെ പറയണേ വലിയ വലിയ കമ്പനിക്കൊക്കെ മെയിൻ സെൻസർ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ഞാനാണ്. പണ്ടൊക്കെ നമ്മളെ ടെലിഫോട്ടോയൊക്കെ മേടിക്കുമായിരുന്നു, ഈ ആപ്പിളും താങ്ങയൊക്കെ. പക്ഷേ ഇപ്പോൾ സാംസങ് അതങ്ങ് ഏറ്റെടുത്ത്. അമ്മ ജീവിച്ച് പോട്ടെ. അമ്മ മറ്റേ SSD തന്നെ ഇപ്പോൾ പിച്ച തട്ടി സെറ്റപ്പ് ചെയ്തിരിക്കണമുണ്ട്. പിന്നെ നമ്മൾ പതുക്കെ വേറെ കുറേ കാര്യങ്ങളിലോട്ടൊക്കെയാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. നമുക്കപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു പരിപാടി നമുക്കില്ല. പിന്നെ അറിയാലോ, ജപ്പാൻ മേഡാണ്, ഈ ജെട്ടി മേഡല്ല. അതൊന്ന് മനസ്സിൽ വെച്ചേക്കണം എല്ലാവരും ഒന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, കാല് പിടിക്കാനും കൈ പിടിക്കാനും വന്നില്ല. ഇതാണ് നമ്മുടെ ഫോണിൻ്റെ കവറിൻ്റെ അകത്തൊരു തേങ്ങയും ഇല്ല, ചാർജറില്ല, വയറില്ല, ഒരു കിണ്ടിയും തരണില്ല. വേണമെങ്കിൽ സെപ്പറേറ്റ് മേടിച്ചോ. അല്ലാതെ ഞാൻ പറയാം, നമുക്ക് കാശ് വേണ്ട. നിങ്ങളെന്നും 5 രൂപ വരെ പരിപാടി നമുക്ക് വേണ്ട. ഇതാണ് ഫോൺ, കണ്ടല്ലോ. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു സൂപ്പർ ഡിസൈനാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. വളരെ വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. പണ്ട് ഒരു 3 ഇങ്ങനെ നിരത്തി വെച്ചുകൊണ്ടിരുന്നതാണ്, നമ്മൾ അതിനൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഈ കളർ നല്ല രസമുണ്ട്, ഒരു ബർഗണ്ടി കളറാണ്. ഇതേ ഇവിടെ കാണണമല്ല. നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ നിങ്ങൾ വിചാരിക്കുന്നത് പ്ലാസ്റ്റിക് ആണ്, നല്ല ഇത് വിക്ടസ് ഗോള ഗ്ലാസ്, വിക്ടസിൻ്റെ ടെമ്പർഡ് ഗ്ലാസ്സാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല രീതിയിൽ ഇത് സ്ക്രാച്ചൊക്കെ ആവും, കണ്ടോ? ഇതേപോലെയൊക്കെ സ്ക്രാച്ച് ആവും. ഇങ്ങനെ സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചൊരു തുട അടച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഈ സൈഡിലുള്ള ഈ ഇടവഴിയിലൊക്കെ കയറുന്നുണ്ട്. അതൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ മാത്രമാണ് ഇപ്പോഴും ഹെഡ്ഫോൺസ് ജാക്ക് കൊടുക്കുന്നത്. ഏത് ഊള ഹെഡ്ഫോൺസ് ജാക്കല്ലേ, പേരിനല്ല, നല്ല കിടിലം ഹൈ ക്വാളിറ്റി ഹെഡ്ഫോൺസ് ജാക്ക്. പിന്നെ നമ്മൾ USB സ്റ്റാൻഡേർഡ് 3.2. ഇവിടെ നിങ്ങൾക്ക് സിം കാർഡ് മറ്റേ കുത്തി ഇളങ്ങുന്ന സാധനമൊന്നും വേണ്ട. നിങ്ങളെ വിരലുണ്ടെങ്കിൽ ഇതേപോലെ നൈസായിട്ട് സിം എടുക്കണ സാധനം ഇങ്ങനെ പറിച്ചങ്ങ് എടുക്കുക. ഇതിൻ്റെ അകത്ത് മെമ്മറി കാർഡ് ഇടാം. ഒരു മെമ്മറി കാർഡ്, ഒരു സിം കാർഡ്. പിന്നെ ചൈന ഇത് തായ്വാനിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് മറ്റേ ഈ സിം പരിപാടിൻ്റെ അകത്ത് വരില്ല കേട്ടോ. നിങ്ങൾ പറയും ഇതാണ്ട് ഈ സാധനമൊക്കെ ഇളക്കണ ഇങ്ങനെ പരിപാടി ഉള്ളതുകൊണ്ട് ഇതിൻ്റെ അകത്ത് IP റേറ്റിംഗ് കാണില്ല, തെറ്റി. IP68ഉം 65 നമ്മൾ തരണുണ്ട്, വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ്. പിന്നെ ആപ്പിളൊക്കെ ഇപ്പോൾ മറ്റേ പിടിച്ചേക്കണ സാധനം ഉണ്ടല്ലോ, ഷട്ടർ ബട്ടൺ, നമ്മൾ ഫോണ് അന്ന് ഇറക്കിയപ്പോൾ തൊട്ട് കൊടുക്കുന്ന സാധനമാണ്. അത് ഇതിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ആപ്പ് ഇതേപോലെ ചാടി വരും. ഒന്ന് കുറച്ച് ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ഫോക്കസിന് അങ്ങനെ പ്ലക്കനെ ഫോട്ടോയും എടുക്കുക. അപ്പോൾ അതാണ് ഈ ഒരു ഫോണിൻ്റെ ഒരു പരിപാടി. ഡിസ്പ്ലേയിൽ നല്ല ബെസലുണ്ട്, മുകളിലും താഴെയും. അവിടെ സ്പീക്കർ വെച്ചേക്കണുണ്ട്. ചക്കേര അത്രയുള്ള ബെസലുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മറ്റേ ഈ ബെസലില്ലാത്ത ഡിസ്പ്ലേ അതൊന്നും അല്ല. ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയും നിങ്ങൾ വേണമെങ്കിൽ കേട്ടോ. പണ്ട് നമ്മൾ 4K ഡിസ്പ്ലേ കൊടുത്തുകൊണ്ടിരുന്നതാണ്, ഒരാൾ പോലും അതിന് വില തന്നില്ല. ഇപ്പോൾ മറ്റേ 1.5K 2K റെസൊല്യൂഷനാണ്, 4K റെസൊല്യൂഷനിൽ ഡിസ്പ്ലേ കൊടുത്തുകൊണ്ടിരുന്നതാണ് നമ്മളെ ഫോൺ. അപ്പോൾ ആരും അതിനെപ്പറ്റി ഒന്നും വേണ്ട അവന്മാർക്ക്. അതുകൊണ്ട് നമ്മളെന്ത് 1080p ഒന്നും മതി. നീയൊക്കെ 1080pയിലല്ലേ കോണ്ടന്റ് വ്യൂ ചെയ്യണത്. അല്ലാതെ ഇവിടെ 4Kയിലൊക്കെ ആരാണ് ഇവിടെ മറ്റേ ഡേറ്റയും കളഞ്ഞിട്ട് ആ സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു 10 പേരുണ്ടായിരിക്കും അല്ലേ. അവർക്ക് വേണമെങ്കിൽ വേറെ വല്ല ഫോണുമായിട്ട്. ഇതിൻ്റെ അകത്ത് 1080p റെസൊല്യൂഷനേ ഉള്ളൂ, കേട്ടല്ലോ. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, 144ഉം 65 ഒന്നുമില്ല, 120 ഹെർട്സ്. അത് LTPO പാനലാണ് ഇരിക്കുന്നത്. ഏകദേശം 15 മറ്റേ ഇതിൽ നിന്ന് ഹെർട്സിൽ നിന്ന് 120 മാറും നിങ്ങളെ ബാറ്ററിയെ സേവ് ചെയ്യാനായിട്ട്. പിന്നെ അത്യാവശ്യം ബ്രൈറ്റ് ഉള്ള ഡിസ്പ്ലേ 1600 നിറ്റ്സിൻ്റെയൊക്കെ ഹൈ ബ്രൈറ്റ്നസ് മോഡൽ കിട്ടും. ഒരു 3000 നിറ്റ്സിൻ്റെ മറ്റേ ഹൈ ബ്രൈറ്റ്നസ് സാധനം ഉണ്ടല്ലോ, പീക്ക് ബ്രൈറ്റ്നസ് പറയേണ്ട, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. അടിപൊളി ഡിസ്പ്ലേ, ബ്രാവിയാണ് ഇത് ട്യൂൺ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളതിൽ നിങ്ങൾക്ക് മറ്റേ കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഒരു ക്രിയേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഈ ഇമേജ് ക്വാളിറ്റി പോയി കഴിഞ്ഞാൽ കസ്റ്റമിൽ ക്രിയേറ്റർ മോഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സോണിയുടെ ഈ സിനിടോൺ എന്ന് പറഞ്ഞ സാധനം ഈ ഒരു ഫോണിൽ കിട്ടുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. ഇപ്പോൾ ഈ പോണതൊക്കെ സിനിടോണിലാണ് ഈ ക്വാളിറ്റിയൊക്കെ. ഇതൊക്കെ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് മറ്റേ ചെറുക്കൻ പറയും. പക്ഷേ അപ്പോൾ ജസ്റ്റ് കാണിച്ചു. പിന്നെ ക്യാമറ, ഫ്രണ്ട് ക്യാമറ 12 മെഗാ പിക്സൽ, ഒരു തൊലിയും അതിൻ്റെ അകത്തില്ല, ഓട്ടോ ഫോക്കസ് പോലും ഇല്ല. വേണമെങ്കിൽ സെൽഫി വെച്ചെടുത്താൽ മതി.
സെൽഫിക്ക് വേറെ ഫോൺ വേണം, വേറെ ഫോൺ മേടിയില്ല, ഐഫോൺ മേടിയില്ല. നിങ്ങൾക്ക് ഭയങ്കര സെൽഫി ക്യാമറ ആണെങ്കിൽ അതാണ് ഇപ്പോഴത്തെ മാർക്കറ്റിൽ ടോപ്പ് ക്വാളിറ്റി സാധനം. അല്ലെങ്കിൽ മറ്റേ സാംസങ്ങിൻ്റെ ബാക്ക് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ, അൾട്രാ വൈഡിലൊക്കെ 48ആണ്. OS ഓട്ടോ ഫോക്കസ് ഉണ്ട്. അത്യാവശ്യം നല്ല ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ആ സാധനത്തിൽ എടുക്കാം. ഫ്ലാഷൊക്കെ ഇട്ടൊക്കെ എടുക്കുന്ന മറ്റേ പിള്ളേരുണ്ടല്ലോ, അവർക്കൊക്കെ എടുക്കാം. പിന്നെ 48 മെഗാ പിക്സലിൻ്റെ വൈഡും പിന്നെ ഒരു 48 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോയും. ടെലിഫോട്ടോ എന്ന് പറഞ്ഞാൽ 2.9x ആണ്, 3x 3.2x ഒന്നുമല്ല. ഈ പറയുന്ന ടെലിഫോട്ടോയുടെ സെൻസർ സൈസ് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. 1:1.56 ഇഞ്ചാണ് വരണത്. ഇതെല്ലാം നമ്മളെ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ വെച്ചേക്കണത്, വേറെ കണ്ടവന്മാരുടെ സാധനമൊന്നുമില്ല. അൾട്രാ വൈഡും ഏകദേശം ആ ഒരു 1:1.56 സെൻസർ സൈസ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഇമേജസ് നിങ്ങൾക്ക് കിട്ടും. 48 മെഗാ പിക്സലിൻ്റെ ഈ പറയുന്ന ഒരേ സെൻസർ മെഗാ പിക്സൽ വരുന്നതുകൊണ്ട് കളർ ഷിഫ്റ്റും അങ്ങനത്തെ പരിപാടിയൊന്നും ഇതിൻ്റെ അകത്ത് വരില്ല. ഇതൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സാധനങ്ങൾ. പിന്നെ അമിതമായിട്ടുള്ള മറ്റേ ഈ വിവോയിലും ഓപ്പോയിലൊക്കെ കാണുന്ന പോലെ മറ്റേ ആൾക്കാരെ വേറെ പലതും ആക്കുന്ന DSLR രീതിയിലുള്ള കൊണയുണ്ടല്ലോ, അതിൻ്റെ അതില്ല. എടുക്കുന്ന സാധനം കാണുന്ന പോലെ ഇരിക്കും. ചിലപ്പോൾ അവിടെ ഓവർ എക്സ്പോസ്ഡ് ആവും, അണ്ടർ എക്സ്പോസ്ഡ് ആവും. അതൊക്കെ നിങ്ങൾ കാണുന്ന സിനാറിയോ അനുസരിച്ചിരിക്കും. ഞാൻ അതാണ് പറഞ്ഞത്, ഇതിൻ്റെ അകത്ത് നേരാവണ്ണമുള്ള ഭയങ്കര പ്രോസസ്സിങ്ങും തേങ്ങയൊന്നും ഇതിൻ്റെ അകത്തില്ല. അതൊന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ ഞാൻ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ വിവോയും ഓപ്പോയൊക്കെ മേടിക്കുക. ഇപ്പോൾ വന്നപ്പോൾ സാംസങ്ങിനൊന്നും ഒരു തെണ്ടി ആരും ഒന്നും പറയണില്ലല്ലേ, അതിൻ്റെയൊക്കെ ഒരു ഗതികേട്. അകത്ത് മറ്റേ ഒപ്റ്റിക്കലും അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറൊന്നും ഇല്ല. അതുകൊണ്ട് ഇവിടെ ഈ പവർ ബട്ടൺ കണ്ടോ, അതാണ് നിങ്ങളെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. സൈഡ് മൗണ്ടഡാണ്. അറിയാം പഴയ കാലത്തെയാണ്, മറ്റേതാണ്, ഇതാണ് യൂസ് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? അത് സെക്യൂർഡാണ്, അത്യാവശ്യം നല്ല ഫാസ്റ്റുമാണ്. പിന്നെ നല്ല സ്റ്റീരിയോ സ്പീക്കറാണ് കൊടുത്തേക്കണം. വേണമെങ്കിൽ ഒരു പാട്ട് കേൾപ്പിച്ചു തരാം, നല്ല ജില്ലെന്നിരിക്കും പാട്ടൊക്കെ. നിങ്ങൾ പറയും ഈ ചക്കയിൽ എത്ര ബസ്സിൽ നമ്മൾ വെറുതെ വെച്ചേക്കണമല്ലോ, ഇങ്ങനത്തെയൊക്കെ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ് പാട്ടിന്. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നല്ല ഇത് വരും. പണ്ട് നമ്മൾ ഒരു സാധനം കൊടുക്കുമായിരുന്നു, ഡൈനാമിക് ഓഡിയോ എന്ന് പറഞ്ഞിട്ട് വിറയ്ക്കുമായിരുന്നു ഫോൺ. അത് നമ്മൾ നിർത്തി. അപ്രീഷിയേറ്റ് ചെയ്യല്ല, പിന്നെന്തോ നീ ഇടിയുള്ള പാട്ട് കേൾക്കണോ? കണ്ടില്ലേ, നൈസ് രീതിയിലാണ് ട്യൂൺ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഡോൾബി വിഷൻ്റെ സപ്പോർട്ടില്ല, ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടേതായ സ്പേഷ്യൽ ഓഡിയോ 360 ആ ഒരു സപ്പോർട്ട് വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഡോൾബി വിഷൻ്റെ സപ്പോർട്ടില്ല. HDR 10+ൻ്റെ സപ്പോർട്ടുണ്ട്. 10 ബിറ്റ് പാനലാണ്, 8 ബിറ്റ് വിത്ത് FRC ഒന്നുമല്ല, 10 ബിറ്റ് പക്കാ സാധനം. 16 ബില്യൺ കളേഴ്സ് ഇതിൻ്റെ അകത്ത് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, സോണി ബ്രാവിയുടെ കളർ ട്യൂണിംഗ് ആണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് അനാവശ്യമായിട്ടുള്ള ഒരു AI ഫീച്ചർ ഇതിൻ്റെ അകത്ത് ഇല്ല. ആകെ ഉള്ളത് ഒരു സർക്കിൾ ടു സെർച്ച് ഉണ്ട്, പിന്നെ ജെമിനിയും ഉണ്ട്. അല്ലാതെ പിന്നെ ഇതിൻ്റെ അകത്ത് മറ്റേ നമ്മളേതായിട്ടുള്ള ഒരു ഗൂഗിൾ മറ്റേ ഗാലറി ആപ്പൊന്നുമില്ല. ഗൂഗിളിൻ്റെ ഈ പറയണ ഫോട്ടോ ആപ്പ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്തുള്ള AI പരിപാടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാം. മനസ്സിലായ? അല്ലാതെ ഇതിൽ AI വെച്ചിട്ട് AI റൈറ്റിംഗ്, മറ്റേ റൈറ്റിംഗ്, ട്രാൻസ്ലേഷൻ ഒരു കിണ്ടി ഇതിൻ്റെ അകത്ത് കിട്ടൂല. അപ്പോൾ അത് നോക്കണ്ട. നല്ല വിലയുള്ള ഫോണാണ് കേട്ടോ. 6500 ദർഹമാണ് ഇത്. അത് തായ്വാനിൽ നിന്ന് ഇവിടെ വരുത്താൻ 6500 ദർഹം. ചീപ്പ് ഫോണൊന്നും അല്ല. വേണമെങ്കിൽ വാങ്ങിച്ചത്. ഞാൻ മറ്റേ നിങ്ങളൊക്കെ മറ്റേ കുറേ എണ്ണം വന്നിട്ട് പറയുമല്ലോ, ഒരു 10 പേര് ഈ ഒരു വീഡിയോ ഉണ്ട്, അതേപോലത്തെ ടീമാണ് ഞാൻ. നമുക്കൊരു 10 പേര് ഫോൺ മേടിച്ചാൽ മതി. ഇത് ഇറക്കിയിട്ട് ജീവിക്കേണ്ട ഒരു ഗതികേടൊന്നും നമുക്ക് ഇതിനായിട്ട് വന്നിട്ടില്ല. അതൊന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ കൊള്ളാം. പിന്നെ പണ്ട് നമ്മൾ മറ്റേ ഈ ക്യാമറയിൽ മറ്റേ സീംലെസ് സൂമൊക്കെ കൊടുത്താണ്. അതിപ്പോൾ മറ്റേ ഷൗമി ചെറുക്കൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവൻ്റെ നിങ്ങൾക്ക് ആ സാധനം വേണമെങ്കിൽ അവൻ്റെ ഫോൺ മേടിക്കണം. ഇതിൻ്റെ അതൊന്നുമില്ല. ഇത് ഞാൻ പറയും, ഇത് നിങ്ങൾ അത്യാവശ്യം ഒരു ഹൈ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു സോണിയുടെ ക്യാമറയൊക്കെ യൂസ് ചെയ്യുന്നവർ ഇത് അപ്രീഷിയേറ്റ് ചെയ്യും. അതാണ് പറയുന്നത്, ആ ഒരു ഈക്കോ സിസ്റ്റം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇറക്കുന്ന ഫോണാണ്. ഇറ്റ്സ് വെരി നീഷ് ഫോൺ. അല്ലാതെ ഇത് എല്ലാവരും മേടിച്ച് നമ്മളെ വലിയ ആളാക്കണം, മില്യൻസ് ഓഫ് മറ്റേ ഫോൺ വയ്ക്കണമെന്നൊക്കെ ഒരു നിർബന്ധമില്ല. നിങ്ങളെ ഇന്ത്യയിലും ഇല്ല, US ഇല്ല, ഒരിടത്തും ഇല്ല. ആകെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, ജർമ്മനി, ജപ്പാൻ, ഈ പറയുന്ന ഹോങ്കോങ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെയാണ് നമ്മൾ ഈ സാധനം ഇറങ്ങുന്നത്. അല്ലാതെ ഇത് എല്ലാവരും വാങ്ങിച്ച് നമ്മളെ അങ്ങോട്ടോ അയ്യോ വലിയ ആകളാക്കാനൊന്നും ഇവിടെ ആരും ഉദ്ദേശിക്കുന്നില്ല. അത് മനസ്സിൽ വെച്ചിരുന്നാൽ എല്ലാവർക്കും കൊള്ളാം. പിന്നെ ഞാൻ 5000 mAh ബാറ്ററിയാണ് പറഞ്ഞത്. അത് കുറേ വർഷമായിട്ട് നിങ്ങൾ മറ്റേ അണ്ണനെ പോലെ തന്നെ അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ ട്യൂക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ലിം ഫോണല്ല ഈ പ്രാവശ്യം, കുറച്ച് അത്യാവശ്യം നമ്മളൊന്ന് സൈസ് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഹീറ്റ് ഡിസപ്പേഷൻ കുറച്ചിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞൊരു വലിയ കംപ്ലയിൻ്റ് ആയിരുന്നു ഇത് ഹീറ്റിംഗ് ഇഷ്യൂ, അതൊന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 5 ആണ് ഇരിക്കുന്നത്. നമുക്ക് ഏത് ഗെയിമും കളിക്കാം. അത്യാവശ്യം ഈ പറയാം നമ്മുടെ ക്യാമറയുടെ പ്രോസസ്സിങ്ങും പരിപാടികളും അതിന് വേണ്ടി ട്യൂക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ്, ഹെവി പ്രോസസ്സിംഗ് ഒന്നും നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത്. വീഡിയോയിൽ നിങ്ങൾക്ക് പ്രോ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ്-സിനിടോൺ എന്ന് പറയുന്ന നമ്മുടെ സോണിയുടെ ലോക്ക് ഫോർമാറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് നല്ല രീതിയിൽ ഇങ്ങനെ എടുക്കുക, ഈ ലുക്ക് എടുക്കുക,
വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് വീഡിയോ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. ഫങ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു സോണിയുടെ ക്യാമറ ഫീൽ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇതിൽ നമുക്ക് ഈ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ SCNE ടോൺ ഉണ്ട്. ഈ SCNE ടോണാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കളർ മാച്ച് ചെയ്യാം. മനസ്സിലായില്ലേ? ഇതേ സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് കളർ മാച്ച് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ ഒരു സംഭവം. പിന്നെ അല്ലാതെ തന്നെ കുറച്ച് അത്യാവശ്യം നല്ല പിക്ചർ പ്രൊഫൈൽസൊക്കെ നമ്മൾ തരുന്നുണ്ട്. ഇവിടെ പോലെ നമുക്ക് നല്ല ഡീറ്റെയിലിംഗ് കാര്യങ്ങൾ 24 FPS നിങ്ങൾക്ക് ഈ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഒരു ഹ്യൂമൻ ഐ ഏറ്റവും കൂടുതൽ കാണുന്നത് 24 FPS 24-25 FPS. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. അത് വെച്ചിട്ടാണ് നമ്മൾ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്നത് 24 ഈ പറഞ്ഞ ഡയലോഗൊക്കെ വരുന്നത്. പിന്നെ സ്ലോ മോഷനൊക്കെ വരുമ്പോഴാണ് 60 120 തട്ടുന്നത്. ഇതിൽ 4K 120 FPS വരുന്നത്. പിന്നെ പ്രോ ഫോട്ടോ എന്ന് പറയുന്ന ഒരു പരിപാടി വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ കൺട്രോളിലാണ്. എക്സ്പോഷർ കൺട്രോൾ ആയിക്കോട്ടെ, ISO ആയിക്കോട്ടെ, എന്തും നിങ്ങൾക്കിതിൽ ട്വീക്ക് ചെയ്യാൻ പറ്റും. ബൊക്കെ കാക്കാശിനുള്ളില്ല ഉള്ള കാര്യം പറയാം. നിങ്ങൾക്ക് പോർട്രേറ്റ് മോഡൊന്നും ഇതിൽ ഭയങ്കര സംഭവമൊന്നുമല്ല. നിങ്ങളെ ബാക്കിയുള്ള വിവോ, ഓപ്പോ ടീമുകളെ പോലെയൊന്നും കിട്ടില്ല പോർട്രേറ്റ് ഫോട്ടോസൊന്നും ഇതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ഫോട്ടോയിൽ നമുക്ക് അത്യാവശ്യം അതിൻ്റെ മെയിൻ പരിപാടി ഇതാണ്. പിന്നെ ഇതിലാകെ കൊടുത്തേക്കുന്ന ഒരു AI പരിപാടി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിൽ അതിൻ്റെ AI ക്യാമറ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട് പരിപാടി വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനാരിയോ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടം തരുന്ന ഒരു ഫിൽറ്റേഴ്സ് തരിക എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ട് ഇവിടെ സൈഡിൽ കുറച്ച് ഓപ്ഷൻസ് വരും. ഏത് ടോൺ വെച്ചിട്ട് ഫോട്ടോ എടുക്കണമെന്ന് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? ഇതാണ് AI അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ ഇവിടെ AI അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ തരും ഈ ഒരു സിനാരിയോ വെച്ചിട്ട് ഏത് ടോൺ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ള. അതാണ് ഇതിലെ AI അസിസ്റ്റൻറ്റ്. വേണ്ടാത്തവർക്ക് ഇതൊക്കെ ഓഫ് ചെയ്ത് വയ്ക്കാം. AI അസിസ്റ്റൻറ്റ് ഓഫ് ചെയ്യാം. അതേപോലെ ഉണ്ട് സോഫ്റ്റ് സ്കിൻ എഫക്റ്റ് ഓഫ് ചെയ്യാം. ഫേസ് ആൻഡ് ഐ ഓട്ടോ ഫോക്കസ്, അതായത് കണ്ണ് കാണുകയാണെങ്കിൽ പക്കയായിട്ട് അതിലോട്ട് ഫോക്കസ് ചെയ്യുന്ന പരിപാടിയാണ്. ട്രാക്കിംഗ് ഉണ്ട്. ഹ്യൂമൻ സബ്ജക്റ്റും ആനിമൽസിനെയൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ വരുന്ന പരിപാടികളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4K നമുക്ക് 60 FPS, 120 FPS, 24 FPS. ഈ പറയുന്ന ഫ്രണ്ട് ക്യാമറ വെച്ചും നിങ്ങൾക്ക് 4K 60 FPS വരെ സപ്പോർട്ടുണ്ട്. പക്ഷേ 12 MP ഓട്ടോ ഫോക്കസിൽ മനസ്സിൽ വെച്ചേക്കുക. ക്യാമറ വർക്ക് എന്ന് പറയുന്ന ഒരു പരിപാടി വരുന്നുണ്ട്. പിന്നെ അത് അവിടെ വരുമ്പോൾ 48 MP ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ എടുക്കുക. ഓട്ടോ ഫ്രെയിമിങ് വരുന്നുണ്ട്. സ്ലോ മോഷൻ, ബൊക്കെ വീഡിയോ, അതായത് മറ്റേ പോർട്രേറ്റ് വീഡിയോ, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഉള്ളത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയണത്, നിങ്ങളിത് മേടിക്കേണ്ട ഒരു ആവശ്യവും എനിക്കില്ല. മനസ്സിലായില്ലേ? അന്ന് എല്ലാവരും മനസ്സിൽ വെച്ചിരുന്നാൽ കൊള്ളാം. ഇതിൽ നമുക്ക് നമ്മളുടേതായ രീതിയിൽ എല്ലാം മാറ്റി മറിക്കുകയൊക്കെ ചെയ്യാം. ഫംഗ്ഷനിൽ കയറി ഇത് മാറ്റി 4K ആക്കാം. നിങ്ങൾക്ക് FPS 24 ആക്കാം. വേണമെങ്കിൽ 120 ആക്കാം. നിങ്ങളിഷ്ടം. കണ്ടിന്യൂസ് ഓട്ടോ ഫോക്കസ് അല്ലെങ്കിൽ മാനുവൽ ഓട്ടോ ഫോക്കസ് നിങ്ങൾക്ക് വെക്കാം. നമുക്ക് അതിൻ്റെ പല സ്ഥലം എല്ലാ ഡയറക്ഷനിൽ നിന്നും മൈക്രോഫോൺ വെക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൽ നിന്ന് മാത്രം വെക്കാം. അതൊക്കെ നിങ്ങളിഷ്ടം. HDR വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് തന്നെ പോകാം. HDR വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓട്ടോ വൈറ്റ് ബാലൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റാം. ഇതൊക്കെയാണ്. പീക്കിംഗ് ഉണ്ട്. ഫോക്കസ് പീക്കിംഗ് ആണ്. എന്തൊക്കെയാണ് ഫോക്കസ് ഇരിക്കണതെന്ന് കാണിക്കാനായിട്ടുള്ള സാധനമാണ്. അത് നിങ്ങളുടെയൊക്കെ വെക്കുമ്പം ഇതാണ്ട് മൈക്ക് ഫോക്കസ്ഡിലാണ്. ഇതാണ് ഫോക്കസ് പീക്കിംഗ് എന്ന് പറഞ്ഞ സാധനം. ആ സാധനം വരുന്നുണ്ട്. നമുക്ക് 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടേ ഉള്ളൂ. വയർലെസ് ചാർജിങ് ഉണ്ട്, 15 വാട്ടേ ഉള്ളൂ. ഹൈപ്പർ ചാർജ്, ഫാസ്റ്റ് ചാർജ് ഒന്നുമില്ല. ഒരു കിണ്ടിയും ഇതിൻ്റെ അകത്തില്ല. എടുത്തെടുത്ത് പറയാണ്. NFC ഉണ്ട്. പിന്നെ ബ്ലൂടൂത്ത് 6.0 Wi-Fi 7. ഇത്രയും സാധനങ്ങൾ അതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഗെയിം കളിക്കാനൊക്കെ ഒരു കുഴപ്പമില്ല. നല്ല ജില്ലായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഗെയിം കളിക്കാം. മറ്റേ സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റ് ഇരിക്കണമുണ്ട്. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഗെയിമിങ്ങും കാര്യങ്ങളും നടക്കാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഈ കാണുന്നതാണ് 48 MP അൾട്രാ വൈഡ് വെച്ച് നമ്മൾ എടുക്കുന്ന സോണി Xperia 1 Mark 8 ക്ലാരിറ്റി. വെളിച്ചം ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്ലാരിറ്റിയും, വെളിച്ചം ബാക്കിൽ നിന്നാണെങ്കിൽ അതിങ്ങനെയും ഹൈലൈറ്റ്സ് കൺട്രോൾ ചെയ്യും. ദിസ് ഈസ് ഓൺ അൾട്രാ വൈഡ് 48 MP വിച്ച് ഹാസ് ഓട്ടോ ഫോക്കസ്, നോട്ട് OIS ഇല്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ 1x ഇട്ടിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു ക്ലാരിറ്റിയാണ് കിട്ടാൻ പോകുന്നത്. ബാക്കിലാണ് ലൈറ്റ് എങ്കിൽ ഇങ്ങനെയും, ഫ്രണ്ടിൽ നിന്ന് അടിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്ലാരിറ്റി കിട്ടും. ഇതിൻ്റെ അകത്ത് OIS വരുന്നുണ്ട്. എഗെയിൻ 48 MP സെൻസർ തന്നെയാണ് വരുന്നത്. ആൻഡ് ദിസ് വിൽ ബി ദ ഔട്ട്കം. ഓൾസോ നമ്മൾ സ്വിച്ചിങ് ബിറ്റ്വീൻ ദ ലെൻസ് വളരെ ശോകം കേട്ടോ. അതായത് നിന്ന നിപ്പിയിൽ ഈ സ്വിച്ച് ചെയ്യുമല്ലേ 3x-ലോട്ടും 1x-ലോട്ടൊക്കെ, ഇത് എന്തിനാണെന്ന് എനിക്ക്, ഇത് സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നമാണ്. ഒറ്റ അടിക്കുന്നത് ഭയങ്കര സ്മൂത്തായിട്ട് പോകണില്ല കണ്ട, എന്തോ പോലെ അത് പോകണുണ്ട്. അപ്പോൾ എന്തിനാണെങ്കിലും ഇതാണ് അവസ്ഥ ഇതിൻ്റെ. ബട്ട് അത്ര കളർ ഷിഫ്റ്റ് വരുന്നില്ല. എന്നാൽ പോലും ആ 1 സെൻസർ വലുതാക്കിയതുകൊണ്ട്, ടെലിഫോട്ടോയുടെ സെൻസർ വലുതാക്കിയതുകൊണ്ട്
ലൈറ്റ് അത്യാവശ്യം കയറുന്നതും കുറയുന്നതും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ഇത് അത്യാവശ്യം വെളിച്ചാവണുണ്ടോ? സോ ദാറ്റ് ഇസ് ദ പരിപാടി ഓഫ് ദ ബാക്ക് ക്യാമറ ഓഫ് ദ സോണി എക്സ്പീരിയ 1 Mark 8. ഈ കാണുന്നതാണ് ഫ്രണ്ട് ക്യാമറയുടേത്. 12 മെഗാ പിക്സലാണ്. ഓട്ടോ ഫോക്കസ് ഒന്നും ഇല്ല. സോ ഇങ്ങനത്തെ ഒരു ഫോട്ടോ ആണ് നിങ്ങൾക്ക് വീഡിയോ ക്ലാരിറ്റിയാണ് കിട്ടാൻ പോകുന്നത്. എൻ്റെ പൊന്നോ, ബാക്കിലൊക്കെ ഉണ്ട്. ബാക്കാണ് ഫോക്കസ്, ഫ്രണ്ടല്ല. അതാണ് നമ്മളെ ഫേസ് ഇതാവാത്തത്. ഫ്രണ്ടിൽ നിന്ന് ലൈറ്റിൻ്റെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ബട്ട് ആസ് സൂൺ ആസ് യു ഗോ ടുവേർഡ്സ് ദ ലൈറ്റ്, ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ ഫോക്കസ് ആവുന്നുണ്ട്. കണ്ട, നെറ്റ് ഗ്രേറ്റ്. ബൈ ദ വേ, ഇതിൻ്റെ അകത്ത് സിനിടോൺ എന്ന് പറയുന്ന നമ്മുടെ ക്യാമറ, സോണി ക്യാമറയിലൊക്കെ വരുന്ന സിനിടോൺ വെച്ചിട്ടും ഇതേപോലെ, അത് ലോക്ക് ഫോർമാറ്റ് ആണ്. അത് എടുത്തിട്ട് നിങ്ങൾക്ക് കളർ ടോൺ ആഡ് ചെയ്യാം. ആ സാധനം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതാണ് ആ സിനിടോൺ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ക്ലാരിറ്റി. സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കളർ ഗ്രേഡിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്ത്, സോണിയുടെ തന്നെ ഒരു ടോണാണ് സിനിടോൺ എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ഒരു സിനിമാറ്റിക് ലുക്കൊക്കെ വരുന്ന വ്ളോഗ്സ് ഒക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോൺ യൂസ് ചെയ്യാം. ഇഫ് യു ആർ ബൈയിങ് ദിസ് ഫോൺ ഒബ്വിയസ്ലി. എന്തിനാണെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വന്നത് ഈ ഒരു ഫോൺ കാണിക്കാൻ വേണ്ടി. ഇത് മറ്റേ വന്നത് ഇതിനെ പറ്റിയൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. മനസ്സിലായില്ലേ? വേണമെങ്കിൽ ഇതിൽ മറ്റേ സ്നാപ് ഡ്രാഗൻ്റെ ചിപ്സെറ്റ് വെച്ചിട്ടുള്ള മറ്റേ ടെസ്റ്റിൻ്റെ സാധനങ്ങൾ ഞാൻ വേണമെങ്കിൽ ഇവിടെ വെച്ച് കാണിച്ചു തരാം. CPU ത്രോട്ടിലിങ്ങും മറ്റേ 3D മാർക്കും AnTuTu സ്കോറും അതൊക്കെ വേണമെങ്കിൽ ഞാൻ ഈ കാണുന്നതാണ്. കഴിഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു 6500 ദിർഹം, വില കുറവും അല്ല. വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ, സോണിയുടെ മെഗാ ഫാനാണെങ്കിൽ, നിങ്ങൾക്ക് എക്സ്പീരിയ ഇഷ്ടമാണെങ്കിൽ എടുക്കുക. എനിക്ക് പറയാനുള്ളത് മറ്റേ കംപ്ലയിൻറ്റ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂവിനെ നമ്മളൊന്ന് നേരാൻ കൊടുത്തു. എന്നാൽ പോലും CPU ത്രോട്ടൽ ചെയ്യുന്നുണ്ട്. പറഞ്ഞ കാര്യമില്ല. നമ്മളിത് ഗെയിമിങ് വേണ്ടിയിട്ടല്ലേ ഇറക്കിയേക്കണം. നിങ്ങൾ ഇതും പേടിച്ച് വെച്ചുകൊണ്ട് മറ്റേ ഫുൾ ടൈം PGMIയും മറ്റേ ഫുൾ ടൈം ഗെയിം ഇത് നമ്മൾ മറ്റേ ഗെയിമിംഗ് ചാനലിന് വേണ്ടി ഇറക്കണം. നിങ്ങൾക്ക് ഗെയിം കളിക്കണമെങ്കിൽ നമ്മുടെ പ്ലേ സ്റ്റേഷൻ ഉണ്ട്, ഇതായിരിക്കണം. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗെയിം കളിക്കാം. ഇത് നമ്മൾ തന്നെയാണ് ഇറങ്ങണം. മനസ്സിലായില്ലേ? ഗെയിം കളിക്കണം, ഇത് മേടിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഫോണിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ബാക്കി നിങ്ങളെ ഇഷ്ടം. Good morning, ladies and gentlemen. Welcome to your favorite നമസ്കാരം. മറ്റവൻ്റെ ജാടയൊന്നും കണ്ടിട്ട് ദൈവത്തിന് ഓർത്ത് നിങ്ങളാരും ഈ പറയുന്ന പൈസ കൊടുത്ത് ഈ ഫോൺ മേടിക്കരുതെന്നാണ് എനിക്കിവിടെ ആദ്യമേ പറയാനുള്ളത്. 6500 ദിർഹമാണ് ഈ ഫോണിൻ്റെ വില. ഇതിൻ്റെ അകത്ത് ഞാൻ പറയും നല്ല ഫോണാണ് ഇത്. ഭയങ്കരമായിട്ട് ഈ എൻ്റെ ഫോണിൽ AI പരിപാടികളൊന്നും വേണ്ട. എൻ്റെ ഫോണിൽ ഒരു ഹെഡ്ഫോൺസ് ജാക്ക് വേണം. എനിക്ക് നല്ലൊരു മെമ്മറി കാർഡ് ഇടണം. എനിക്ക് അധികം ഒരു 512 GB 256 മേടിച്ചിട്ട് 1 TB ഒരു മെമ്മറി കാർഡ് ഇട്ടിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു സോണി ലവറാണ്. സോണി ക്യാമറകളും അതേപോലത്തെ വീഡിയോസൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതൊക്കെ ഒരാളാണ് നിങ്ങൾക്ക് ഈ സാധനം പറ്റും. ഇതിൻ്റെ അകത്ത് ഒരു 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ പോലും ഇല്ല. 1080p ആണ്. അവരെ ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ അത് കറക്റ്റാണ്. ബിക്കോസ് ആൾക്കാർ 1080pയുടെ ഇത് വെച്ചിട്ടാണ് എല്ലാവരും വീഡിയോ കാണുന്നത്. എന്നാൽ 4K ഫുട്ടേജ് ആയിട്ടുള്ള സിനിമകൾ നിങ്ങൾക്ക് അവിടെ ഉണ്ട്. ബട്ട് അവരുടെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ട് അവിടെ അവർ കോസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി. ബട്ട് ദ ബാറ്ററി ഈസ് ആക്ച്വലി പ്രിറ്റി ഗുഡ്. അതുമാത്രമല്ല, ഏറ്റവും വലിയ സോണിയുടെ പ്രശ്നമായിരുന്നു ഹീറ്റിംഗ് ഇഷ്യൂ. അതവർ ഈ ഫോണിൽ സെറ്റ് ചെയ്തു. മറ്റേത് നമ്മൾ ഫോട്ടോ ആപ്പ് ഓപ്പൺ ചെയ്ത് കുറച്ച് ഫോട്ടോസോ വീഡിയോസോ എടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പണ്ട് ഫോൺ ചൂടുമായിരുന്നു. എൻ്റെ മറ്റേ 1 Mark 5 എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഇസ്തിരിപ്പെട്ടി. പക്ഷേ ഇതിന് അവർ ഈ ഫോണിൻ്റെ തടി ചെറുതായിട്ടൊന്ന് കൂട്ടി, തിക്നെസ് ചെറുതായിട്ടൊന്ന് കൂട്ടിയപ്പോൾ തന്നെ നല്ല രസത്തിൽ ഹീറ്റ് ഡിസപ്പേഷൻ നടക്കുന്നുണ്ട്. ഗെയിമിംഗ് ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങളും ഇതിനകത്ത് നടക്കും. നമ്മൾ ഗ്രിഡ് ലെജൻസ് കളിച്ച് നോക്കിയായിരുന്നു. ഇറ്റ് ലുക്സ് വെരി നൈസ്. ഇറ്റ് ഗിവ്സ് യു എ റിയലി ഗുഡ്, ഇറ്റ്സ് എ ഗുഡ് ഡിസ്പ്ലേ. Also, the haptic feedback is fantastic. The speaker is outstanding. But we have other phones out there which is giving you more battery life, more great displays, നല്ല performance, cooling system, great cameras. ഇതിൻ്റെ ക്യാമറ മോശം എന്നല്ല. ഞാൻ കുറച്ച് ഫോട്ടോ സാമ്പിൾസ് കാണിച്ച് നിങ്ങൾക്ക് സാധനങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വന്നത്. So let me just show you few of the pictures which I clicked with this particular phone. So mainly കളേഴ്സ് ആർ വെരി നൈസ്. അത്യാവശ്യം ട്രൂ ടു ദ ടോൺ, അതായത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന അതേ കളേഴ്സിൻ്റെ അത്ര പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും
അത്യാവശ്യം നമുക്കൊരു ട്രൂ ടു ദ കളർ ടോൺ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ പല പല എഫക്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു തൊരിഞ്ഞ ഒരു എഫക്ട്സ് പരിപാടിയുണ്ട്. ഇത് നമ്മൾ ആ സിനാരിയോ, നമ്മൾ കാണുന്ന സിനാരിയോയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതേപോലത്തെ ഫോട്ടോസാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നത്. ഞാൻ പറയും ഇപ്പോൾ തന്നെ ഈ ഒരു ഫോട്ടോ എടുത്തു നോക്കെ, ദ ബൊക്കേസ് ലുക്സ് നൈസ്. പക്ഷേ വെൻ യു സൂം ഇൻ അവിടെയാണ് നിങ്ങൾ നോക്കുമ്പം എഡ്ജ് ഡിറ്റക്ഷൻ ഇസ് ഓക്കെ, നോട്ട് ദാറ്റ് ഗ്രേറ്റ്, ബട്ട് ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഓക്കെ. ചില സ്ഥലങ്ങളിൽ വർക്കാവും, ചില സമയത്ത് വർക്കാവില്ല. ഇപ്പോൾ തന്നെ നോക്ക് കണ്ടോ, ചില സ്ഥലത്ത് കുഴപ്പമില്ല, ഫ്ലോലെസ് അല്ല, മനസ്സിലായില്ലേ? അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബട്ട് ദ പിക്ചർ ലുക്സ് നൈസ്. നല്ല ഒരു ഫോട്ടോ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ. ഇതിൻ്റെ ഇവരെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ വർഷം അവരെ 2.9x ടെലിഫോട്ടോ അല്ലെങ്കിൽ പെരിസ്കോപ്പ് ലെൻസ് സെൻസർ സൈസ് കൂട്ടി. അതായത് 1:1.56 സെൻസർ. അത് തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ ഐക്കൂവും OnePlus ഒക്കെ യൂസ് ചെയ്യുന്ന സെൻസർ. അല്ലല്ല, OnePlus 13 യൂസ് ചെയ്തിരുന്ന സെൻസർ. അപ്പോൾ ആ സാധനമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ആൻഡ് ദ പിക്ചേഴ്സ് ലുക്സ് നൈസ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ ബ്ലോൺ ഔട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് മൊത്തം ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലാണ് തന്നെ. ഷാഡോസ് എടുക്കുന്ന സമയത്താണെങ്കിലും മിക്ക ഫോട്ടോസും ഈ പറയുന്ന സിൽവറ്റിലോട്ട് പോകും, മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാൻ നോക്കുകയാണ്. ഇതൊക്കെ നല്ല രസമാണ്. അതായത് ആർട്ടിസ്റ്റിക് ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ബ്രൈറ്റ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് സിൽവറ്റ് ആവുന്നത് പോലെ എനിക്ക്. അതേപോലെ ഈ ടെലിഫോട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ഇതേപോലത്തെ അത്യാവശ്യം മാക്രോ ഫോട്ടോസ് നമുക്കിതിലെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഇത് ഞാൻ 2.9x ടെലിഫോട്ടോ വെച്ച് എടുത്തതാണ്. ബട്ട് ജസ്റ്റ് ലുക്ക് ഹൗ ക്ലാരിറ്റി ഉണ്ടോ? ഒരു ചെടിയുടെ തണ്ടാണത്. ഇതേപോലത്തെ മാക്രോ ഷോട്ട്സ് നിങ്ങൾക്ക് ഈ പറയുന്ന ടെലിഫോട്ടോ വെച്ചെടുക്കാം. ഐ ഗെസ് ഇറ്റ്സ് നോട്ട് എ ബാഡ് ഫോൺ, ബട്ട് യു ഗെറ്റ് ഗുഡ് ഫോൺസ് അറ്റ് ദിസ് സെയിം പ്രൈസ്. പിന്നെ സെൽഫി ക്യാമറ ഇസ് അബ്സല്യൂട്ട് ശോകം, കൂതറ, പരമകൂതറ. 12 മെഗാ പിക്സൽ വിത്തൗട്ട് ഓട്ടോ ഫോക്കസ്. നിങ്ങൾക്ക് നോക്കാം, നല്ല കണ്ട മുഖത്തെ കണ്ട മൊത്തം ഒരു ക്ലാരിറ്റിയും ഇല്ല, ഷാർപ്നെസ്സും ഇല്ല, ഒന്നുമില്ല. ചില സമയത്ത് നേരെ വണ്ണം നിന്നൊക്കെ നല്ല ലൈറ്റിംഗ് കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ ഇതേപോലത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോ കിട്ടും. ബട്ട് അല്ലാത്ത പക്ഷം എന്നിട്ട് ഇങ്ങനത്തെ സോഫ്റ്റ് ഇമേജസ് ആണ് നിങ്ങൾക്ക് സെൽഫി അടിച്ചെടുക്കാൻ പറ്റുന്നത്. പിന്നെ ഞാൻ എന്താണ് പറയുക, ഇതൊക്കെ നോക്കുക, നല്ല രസമാണ്. അൾട്രാ വൈഡ് 48 മെഗാ പിക്സൽ അൾട്രാ വൈഡ്, നല്ല കിട്ടില്ല അൾട്രാ വൈഡ് പിക്ചേഴ്സ് നിങ്ങൾക്ക് എടുക്കാം. ഈ ഒരു സിനാറിയോ ഒക്കെ നല്ല രസമാണ്. ആ ലൈറ്റിന് അവർ, അതായത് എവിടെയൊക്കെ ലൈറ്റ് ഉണ്ട് അതിന് ആ ഒരു സിനാറിയോ ഒക്കെ സെറ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഈ ഒരു ഫോൺ വെച്ചിട്ട്. പിന്നെ ഞാൻ റാൻഡമായിട്ട് ഒരു പിള്ളേരുമായിട്ട് കുറച്ച് ഫോട്ടോ എടുത്ത്. ഇതൊക്കെ നോക്കണം, ഒന്നും എല്ലാം മറ്റേ ഹാൻഡ് ഷേക്കി ആയതുകൊണ്ട് ആരും ഫോക്കസ്ഡ് അല്ല. ഇതൊക്കെയാണ് ആ സെൽഫി ക്യാമറയുടെ പ്രശ്നം. പിന്നെ നമുക്കിപ്പോൾ ഇതാണ് അൾട്രാ വൈഡ് കേട്ടോ. അൾട്രാ വൈഡിൽ ഒരു ഫോട്ടോ ആണത്. നല്ല ക്ലാരിറ്റി ഉണ്ട്. 48 മെഗാ പിക്സൽ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റി കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ബൊക്കയും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഈവൻ ദ ഫോട്ടോ ലുക്സ് ഓൾസോ പ്രിറ്റി നൈസ്, ബട്ട് ദ ബാക്ക്ഗ്രൗണ്ട് കൈൻഡ് ഓഫ് ബ്ലോൺ ഔട്ട് പോലെയാണ്, മനസ്സിലായില്ലേ? ബൊക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്നാ ഞാൻ പറയില്ലേ, സബ്ജക്റ്റും അതിൻ്റെ ഷാർപ്പൊക്കെ നോക്കിയേ, നമുക്ക് എത്ര വേണം സൂം ചെയ്താലും പിക്ചർ ലുക്സ് വെരി നൈസ്, മനസ്സിലായില്ലേ? അതേപോലെ എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയൊരു ഫോട്ടോ ഞാൻ എടുത്തത്. അതേപോലെ ഈ പച്ച ഇലയുടെയൊക്കെ ഫോട്ടോ എടുക്കാനാണെങ്കിൽ ദിസ് ലുക്സ് വെരി നൈസ്. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്നൊരു ഫോട്ടോ എനിക്ക് എടുക്കണമെന്നുണ്ട്. പക്ഷേ അവിടെ ഒരു പോലീസുകാരുണ്ട്, അയാൾ സമ്മതിച്ചില്ല, ഓടിക്കോളാൻ പറഞ്ഞ്. ബട്ട് സോ നൈസ് മാൻ, ജസ്റ്റ് ലുക്ക് അറ്റ് ദ ട്രീ. അവിടെ നിന്ന് വരുന്ന ലൈറ്റ്സും ആ ഷാഡോസും ഒക്കെ അവർ കൺട്രോൾ ചെയ്തേക്കുന്നത് ബ്യൂട്ടിഫുള്ളാണ്. ഇതേപോലത്തെ അൾട്രാ വൈഡ് ഷോട്ട്സൊക്കെ നല്ല ക്ലാരിറ്റി തന്നെ നിങ്ങൾക്ക് എടുക്കാം. ആൻഡ് ഐ ഹാവ് ടേക്കൺ ഈ ബൾബിൻ്റെ ഫോട്ടോ. ഇതൊക്കെ നോക്കി നല്ല രസമുണ്ട്. അതായത് ഒരു ഐഫോണിലും സാംസങ്ങിലൊക്കെ നമ്മൾ എടുക്കുന്ന ഫോട്ടോസിലെ ആ ഒരു കൈൻഡ് ഓഫ് ടെറിട്ടറിയാണ് സോണി ഇവിടെ പിടിച്ചേക്കുന്നത്. ഇറ്റ്സ് നോട്ട് വെരി ഭയാനകമായിട്ടുള്ള പ്രോസസ്സിങ്ങിൽ. അപ്പോൾ ഏറ്റവും ആൾക്കാർ ഇവിടെ പറയുന്ന കാര്യമാണ് വൈറ്റ് ബാലൻസ് പോരാ, ഭയങ്കര ഓവർ പ്രോസസ്ഡ് ഫോട്ടോസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണതെന്നൊക്കെ പറയണവന്മാർക്ക് ഈ ഫോൺ പക്ക ഐറ്റമാണ്. ബിക്കോസ് ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. കണ്ട സിനാരിയോയിൽ വരുന്ന ആ ഒരു സാധനം കാണുന്നതിൻ്റെ ലൈറ്റ് റേസും ഷാഡോസൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരത് എടുക്കുന്നത്. ഇത് നമ്മളൊരു പയ്യന്മാർ ഗ്യാങ് ഓഫ് പിള്ളേർ നമ്മൾ കണ്ടതാണ് അൽസീഫി പോയപ്പം. പിന്നെ അതേപോലെ തന്നെ ഷാഡോസ് ഭയങ്കര രസമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് 5.8x ഡിജിറ്റൽ ക്രോപ്പിലാണ് ഇതെടുത്തത്. പക്ഷേ നമ്മളൊന്ന് ക്ലോസപ്പ് ചെയ്യുമ്പം ക്ലാരിറ്റി ഒന്നുമില്ല, ഷാർപ്പല്ല ഇമേജ്. അത് ആ 2.9x വരെ നൈസാണ്. ഇതേപോലത്തെ ഫോട്ടോസ് എടുക്കാൻ നൈസാണ്. ഇതേപോലത്തെ സുവനിയേഴ്സിൻ്റെ ഫോട്ടോസ് എടുക്കാൻ നൈസാണ്. ആൾക്കാർ ചെറുതായിട്ടൊന്ന് മുഖം വെളുപ്പിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്താൽ നമ്മളെ ഫേസിനെ ചെറുതായിട്ടൊന്ന് ലിറ്റപ്പ് ചെയ്യും. ഭയങ്കര മറ്റേ ഹാലോ എഫക്റ്റ് അല്ല, ചെറുതായിട്ടൊന്നൊരു
ഒരു ഗ്ലോ അവർ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ആണ്. ഈ ഒരു സാധനം, ഒരു സിനാറിയോയും ആ ഒരു വാതിലും അവിടെ നിന്ന് വരുന്ന ഒരു ലൈറ്റും ഒക്കെ എന്താ പറയുക, ഇങ്ങനത്തെ കുറേ കിടിലം ഫോട്ടോസ് നമുക്ക് എടുക്കാം. ഇതേപോലെ പോർട്രേറ്റ് ഷോട്ട്സൊക്കെ ഞാൻ പറയും നമുക്ക് എടുക്കാം. പോർട്രേറ്റ്സൊക്കെ അത്യാവശ്യം നൈസായിട്ട് തന്നെ എടുക്കാം, പക്ഷേ ഇറ്റ് വോണ്ട് ബി ദാറ്റ് ഫ്ലോലെസ്. ഇപ്പോൾ നമുക്കിതും 3.2x എടുത്തതാണ്. വെരി നൈസ് പിക്ചർ. അതേപോലെ തന്നെ ഈ ഒരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ബൊക്കെയൊക്കെ നോക്കി എന്ത് രസമെന്ന് നോക്കി. അങ്ങനെ അത് അതാണ് പറഞ്ഞത്. ഇതേപോലത്തെ ഇത് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന മറ്റേ ബൊക്കെ എന്ന് പറഞ്ഞ എഫക്റ്റില്ല, അല്ല. 3.2x ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഫോർഗ്രൗണ്ടിൽ ഇരിക്കുന്ന സാധനം ഫോക്കസ് ചെയ്തപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കിയതാണ്. അതേപോലെ ഇതുപോലത്തെ ഒക്കെ ബ്യൂട്ടിഫുൾ ബൊക്കെ വെച്ച് നിങ്ങൾക്ക് കളിക്കാം കേട്ടോ. ഇതേപോലെ നല്ല ചെടിയുടെ ഫോട്ടോ ഇതുണ്ട് ഫോർഗ്രൗണ്ടിൽ. അതൊക്കെ എന്ത് രസം നോക്കി. അതാണ് പറയുന്നത്, ഇതൊരു മോശപ്പെട്ട ക്യാമറ അല്ല, ബട്ട് ഇറ്റ് നീഡ്സ്. പിന്നെ നൈറ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തത്, അതായത് നേരെ ആവേണ്ട ഒരു ഷാർപ്പായിട്ടുള്ള ഇമേജസിൽ യു ക്യാൻ ടേക്ക് സം റിയലി ഗുഡ് നോയ്സ് ഒന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കാം. അതേപോലെ ഇതിലൊന്നും വലിയ നോയ്സ് ഇല്ല. രാത്രി കാലങ്ങളിൽ നോയ്സ് വരും, ബട്ട് അങ്ങനത്തെ നോയ്സ് ക്ലീനപ്പൊക്കെ അത്യാവശ്യം നൈസായിട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ് നീഡ്സ് മോർ ഷാർപ്പ് ഇമേജസ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 48 മെഗാ പിക്സലിൽ ഇട്ടെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു 24 മെഗാ പിക്സലോ അല്ലെങ്കിൽ 25 മെഗാ പിക്സലിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ വുഡ് ഹാവ് ബീൻ നൈസ്. ഇതിൻ്റെ അകത്ത് AI മറ്റേ ഒരു ഫിൽറ്റർ ഇട്ട് തരുന്ന ഒരു പരിപാടിയുണ്ട്. അത് മാത്രമാണുള്ളത്. ക്യാമറ ആപ്പിൽ കയറുമ്പോൾ ഫോട്ടോ AI അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിൽ നിങ്ങളൊരു സിനാരിയോ കാണിച്ചു കഴിഞ്ഞാൽ പല ആ സിനാരിയോയ്ക്ക് പറ്റിയ കുറച്ച് ഫിൽറ്റേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും. അതാണ് അതിൻ്റെ സാധനം. ആ ഒരൊറ്റ AI പരിപാടി ഈ ഫോണിലുള്ളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ ഫീൽ ദിസ് ഈസ് എ റിയലി ഗുഡ് ഫോൺ. ബട്ട് അഗെയിൻ പൈസ കൂടുതലാണ്, ഇവിടെ ഒന്നും അവൈലബിൾ അല്ല. എന്തെങ്കിലും ഫോണിന് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അഗെയിൻ അതൊക്കെ ഒരു വലിയ ഇഷ്യൂ തന്നെയാണ്. ആ ഇഷ്യൂ ഒക്കെ വെച്ച് നോക്കുമ്പം നോട്ട് ദാറ്റ് ഗ്രേറ്റ്. ബട്ട് എവിടെയൊക്കെയോ എൻ്റെ മനസ്സിലൊരു ഇഷ്ടം കുട്ടിശങ്കറിനോട് എനിക്ക് തോന്നി. അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ പ്രൈസ് ടു ദ ഫീച്ചർ റേഷ്യോയിൽ ഒന്നുമില്ല. അത് നമ്മുടെ ആപ്പിള് സാംസങ്ങിൻ്റെയൊക്കെ ഒരു ടെറിട്ടറി തന്നെയാണ്. 5000 mAh ബാറ്ററി, 30 വാട്ടിൻ്റെ ചാർജർ, 15 വാട്ടിൻ്റെ വയർലെസ് ചാർജർ, പിന്നെന്തിര് മറ്റേ അങ്ങനെയൊക്കെ. ബട്ട് വി ഹാവ് ഹെഡ്ഫോൺസ് ജാക്ക്, മെമ്മറി കാർഡ്, അങ്ങനത്തെ എക്സ്ട്രാ ഫീച്ചേഴ്സ് വിച്ച് ബാക്കിയുള്ള ഫോണുകളിൽ ഇല്ലാത്തത്. ഒരു കൗതുകമായിട്ടാണ് എനിക്കൊരു ഫോൺ ഫീൽ ചെയ്തത്. ബട്ട് അഗെയിൻ ഡോണ്ട് വേസ്റ്റ് യുവർ മണി. ഒക്കെ ശരി, എവിടെയൊക്കെയോ എനിക്കൊരു ഇഷ്ടം തോന്നുന്നുണ്ട് ഈ ഫോണിന്. എനിക്ക് ആ ഹീറ്റിങ് പോയപ്പോഴേ ഭയങ്കരമായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തു. പിന്നെ സിനി ടോണൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ എടുക്കാം. 120 FPS സ്ലോ മോഷൻ. അതൊക്കെ പണ്ട് സോണിയാണ് ആദ്യം ചെയ്തത്. എനിക്ക് തോന്നുന്നു മറ്റേ സാധനമില്ലേ എൻ്റെ കയ്യിലിരുന്ന സോണിയിൽ അതിലുണ്ടായിരുന്നു 120 FPS. അതിന് ശേഷമാണ് ബാക്കിയുള്ളവന്മാർ 120 FPS കൊണ്ടുവരുന്നത്. എവിടെയൊക്കെയോ എനിക്കൊരു ഇഷ്ടമാണ് ഈ ഫോണിൻ്റെ അടുത്ത്. എനിക്ക് ആ AI പരിപാടിയൊന്നും ഇല്ലാത്തതൊക്കെ കൊണ്ടാണോ എന്നൊക്കെ ഒരു സംശയം. ഐ കൈൻഡ് ഓഫ് ലൈക്ക് ദിസ് ഫോൺ ഫോർ ദ ഹെഡ്ഫോൺസ് ജാക്ക്. ചിലപ്പോൾ ഇതിനെ എൻ്റെ സ്വന്തം ഫോണായിട്ട് വെക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഈ കളർ നല്ല രസമുണ്ട്, ഈ ബർഗണ്ടി കളർ. ആൾക്കാർ പെട്ടെന്ന് നോക്കും ഇത് ഏത് ഫോണെന്നേ. എനിക്കെന്തോ ഒരു മനസ്സിലൊരു ചാഞ്ചാട്ടം തോന്നുന്നുണ്ട്. ബട്ട് ഇത് എല്ലാവർക്കും അപ്പീലിംഗ് അല്ല. ഈ ഞാൻ പറയില്ല, ഇപ്പം നമ്മളൊക്കെ ഈ വേറൊരു ലെവലിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നത്. സോ എസ്പെഷ്യലി ഈ സ്ലോ പവർ തന്നെ, ഈ മറ്റേ സ്ലോ ചാർജിങ് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. 3.2 ഒക്കെയാണ് കേട്ടോ. നമുക്ക് ഫാസ്റ്റ് ട്രാൻസ്ഫറും സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സ്ലോ ചാർജാണ് പണി. അത്യാവശ്യം 1 ഡേ ബാറ്ററി ലൈഫ് കിട്ടും അത്യാവശ്യം. പിന്നെ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇതൊരു ആക്സിഡൻറ്റൽ ഇങ്ങനെ ആയി കഴിഞ്ഞാണല്ലോ. ഇപ്പം ഇതിൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ നമ്മൾ ഫോൺ പിടിക്കണം. ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് വർക്കാവില്ല. കണ്ട, ബിക്കോസ് ബട്ടൺ ഇങ്ങനെ അമർന്നിരിക്കുകയായിരിക്കും, അതുകൊണ്ട് ഇത് വർക്കാവില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ബട്ട് ഐ റിയലി ലൈക്ക് ദിസ് ഫോൺ മാൻ. ഇത് മറ്റേ മില്ലിമീറ്റർ വേവിൻ്റെ ആൻറ്റിനയാണ് ഈ ഇരിക്കുന്ന സൈഡിലുള്ള. സോ അതാണ് സോണി എക്സ്പീരിയ 1 Mark 8. ഇറ്റ്സ് എ ഗുഡ് ഫോൺ ഇഫ് യു ഡോണ്ട് വാണ്ട് AI ആൻഡ് ഓവർ പ്രോസസ്ഡ് ഇമേജസ്. ഇത് പ്യുവർലി ഫോർ എൻതൂസിയസ്റ്റിക് ആൾക്കാർ, എസ്പെഷ്യലി ഫോട്ടോഗ്രാഫേഴ്സ്. നിങ്ങൾക്കുള്ളതാണ്. ഇതിൻ്റെ അകത്തൊരു പ്രോമോഡൊക്കെ ഉണ്ട്, വീഡിയോയിലും ഉണ്ട് ഫോട്ടോയിലും ഉണ്ട്. ഹീറ്റിംഗ് പോയി, അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. ഹീറ്റിംഗ് ഇപ്പോൾ ഇല്ല എന്ന് പറയണത്. എനിക്ക് നല്ല ഇതുണ്ട്, എനിക്കിത് മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇത് ഞാൻ റെൻ്റ് എടുത്തതാണ്. നോക്കട്ടെ, ലെറ്റ് മീ സി.
അപ്പം എല്ലാം പറഞ്ഞില്ല.